പീരീഡ് സമയത്ത് വേദനയ്ക്ക് നിങ്ങൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ഇത് മാർച്ച് എൻഡോമെട്രിയോസിസ് അവയർനെസ് മന്തായാണ് ആചരിക്കുന്നത്. എൻഡോമെട്രിയോസിസ് ഒരു ബാഡ് പീരീഡ്സ് അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ പീരീഡ്സ് മാത്രമല്ല. തുടർച്ചയായി അടിവയറിനുണ്ടാകുന്ന വേദന, കോണ്ടാക്ട് സമയത്ത് പെയിൻ, പ്രഗ്നന്റ് ആകാനുള്ള കാലതാമസം അല്ലെങ്കിൽ വന്ധ്യത, ബ്രെയിൻ ഫോഗ്, തുടർച്ചയായുള്ള തളർച്ച, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ഫൈബ്രോമയാൾജിയ, ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയവയായും എൻഡോമെട്രിയോസിസ് പ്രസന്റ് ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് പീരീഡ് സമയത്ത് പെയിൻ ഉണ്ടാകും എന്നുള്ള ഗ്യാസ് ലൈറ്റിംഗ് ആണ് എൻഡോമെട്രിയോസിസിന് വേണ്ടിയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പലരെയും ഡിലേ ചെയ്യിക്കുന്നത്. എൻഡോമെട്രിയോസിന്റെ ഡയഗ്നോസ്റ്റിക് ഡിലേ 7 to 8 ഇയേഴ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ന് നിങ്ങളുടെ എൻഡോമെട്രിയോസിസ് മൂലമുള്ള പെയിൻ അതുവഴി കുറയ്ക്കുന്നതിനും അതുവഴി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിനുമുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് അവൈലബിൾ ആണ്. എന്നാൽ എൻഡോമെട്രിയോസിന് വേണ്ടി സർജറി ചെയ്യുമ്പോൾ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓപ്ഷൻസ്, അതായത് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ്, അതിനുവേണ്ടിയുള്ള പ്ലാനിംഗ്, ഇവയെല്ലാം കണക്കിലെടുത്ത് മാത്രമേ സർജറിക്ക് വേണ്ടി ഒരുങ്ങാവുള്ളൂ.